2024 കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്. ഒരു വർഷം കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഈ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. ഞാൻ യൂണിഫോമില്ല, അതൊക്കെ തന്നെയുള്ളൂ. പണമുണ്ടാക്കി ജീവിക്കുക. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, പുള്ളിക്ക് ടെൻഷനൊന്നുമില്ല. അപ്പം നമുക്ക് വേണ്ടി ജീവിക്കുക. ലേഡീസ് ഹോസ്റ്റലിൽ കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ശരിയാവുന്നല്ലേ പറഞ്ഞത്. നമുക്കിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ പോലും രാത്രി ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രം, അത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടി ജീവിക്കുക, അത്രേ ഉള്ളൂ. മദ്യവും മയക്കുമരുന്നൊക്കെ തന്നെയാണ് ഏറ്റവും സമൂഹത്തിന് വിപത്തായിട്ട് ഇരിക്കുന്നത്. അത് നിയന്ത്രിച്ച് വന്നാൽ കുറേയൊക്കെ സമൂഹത്തിന് നല്ലതാണ്. അത് തന്നെ പറയാനുള്ളൂ. മയക്കുമരുന്ന് നിരോധിക്കുക. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അവരാണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് മദ്യം നിരോധിക്കുക. പെൺപിള്ളേരെ ആരും ചെക്ക് ചെയ്യുന്നില്ല. ചെക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ വളർന്നു വരാനുണ്ടായ കാരണം. കൂടുതൽ ശ്രദ്ധിക്കുക. മദ്യം, മയക്കുമരുന്നും മദ്യവും കൂടി ഉപേക്ഷിച്ചാൽ നല്ലതായിരിക്കും. അതാണ് 24 കൊടുക്കാനുള്ള. ചാരായം കാനഡയ്ക്ക് നിർത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് മദ്യം നിരോധിക്കാൻ പാടില്ല? പെൺപിള്ളേരുടെ കാര്യം നമ്മൾ ആയിരക്കണക്കിന് ലേഡീസ് ഹോസ്റ്റലാണ്. അവിടെയൊക്കെ ഒന്ന് ചെന്ന് കാണണം. ലേഡീസ് ഹോസ്റ്റലാണ്. 10-11 മണിക്ക് റോഡ് കൂടെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡിലൂടെ നമ്മൾ കറങ്ങി നടക്കണം. അപ്പം അറിയാം ഓരോ കാര്യങ്ങൾ. ഹോസ്റ്റലിലും ഇത് വ്യാപകമായി. ലേഡീസ് ഹോസ്റ്റലിൽ കൂടിയാണ് ഇത്. സ്കൂളുകളും ലേഡീസ് ഹോസ്റ്റലും കോളേജുകളിൽ കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ. ലേഡീസ് ഹോസ്റ്റലിൽ ഓരോ പള്ളിക്കാരുടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ സംഘടനകളൊക്കെ കീഴിലായിരുന്നു. അതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ കട തുറന്ന് വെച്ചിരിക്കുന്ന മാതിരി ഒരു കച്ചവടമാതിരിയാണ് ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റലുകളൊക്കെ. ലേഡീസ് ഹോസ്റ്റൽ മാത്രം കുറ്റം പറയല്ല. അവിടെ നിന്ന് നമ്മുടെ പാവപ്പെട്ട ഓരോ വീട്ടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെയൊക്കെ ജോലിക്കും പഠിക്കാനൊക്കെ വരുന്നത്. അവർക്ക് വളരെ സ്വാതന്ത്ര്യമാണ് ഇപ്പോൾ. പല നിയമം സ്ട്രിക്റ്റ് ആക്കുക. അതെ. ഇപ്രാവശ്യമെങ്കിലും അവരാദ്യം പറഞ്ഞിരുന്നത് LDF ശരിയാവുന്നല്ലേ പറഞ്ഞത്. ഇപ്രാവശ്യമെങ്കിലും ഒന്ന് ശരിയാക്കി കിട്ടിയാൽ നല്ലത്. പുതിയ വർഷമൊക്കെ അല്ലേ, അപ്പോൾ ഈ വർഷമെങ്കിലും എല്ലാം ഒന്ന് റെഡിയാക്കിയാൽ അടിപൊളി എന്ന് വിചാരിക്കുന്നു. എന്താ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഒക്കെ കിട്ടണമെന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ പോലും രാത്രി ഒന്നും ഇറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറച്ചുകൂടി ഫ്രീഡം കിട്ടിയാൽ നമുക്കും കുറേ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം ലേഡീസിന് കുറച്ചും കൂടി ഫ്രീഡം വേണം എന്നുള്ള രീതിയിൽ 2024 വരുമ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൊള്ളായിരുന്നു. അത് തന്നെ. എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ആഘോഷിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു വർഷം കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ ജീവിതത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്നുമല്ല. പക്ഷേ വീണ്ടും നല്ലതുപോലെ ചിന്തിക്കാൻ വേണ്ടിയും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, മറ്റുള്ളവരെ ശല്യം ചെയ്യാതിരിക്കുക, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുക. പൊതുസമൂഹത്തിൽ എല്ലാവരും നല്ലോണം നാടിന് വേണ്ടി പ്രവർത്തിക്കണം, സത്യസന്ധമായിട്ട് ജീവിക്കണം. ഞാൻ യൂണിഫോമിലാണ്. മെസ്സേജ് അല്ലേ വേറെ എന്ത് പറയാനാ. നമ്മുടെ എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകും. ലേഡീസിന് കുറച്ചുകൂടി എല്ലാത്തിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക, പ്രയോറിറ്റി കൊടുക്കുക. അവരും മുൻനിരയിലേക്ക് വരേണ്ട ആൾക്കാർ തന്നെയല്ലേ. അതൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊക്കെ തീർത്തും മാറണമെന്നുള്ളൊരാഗ്രഹമുണ്ട് എനിക്ക്. പ്രശ്നങ്ങളൊക്കെ മാറണം, എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷകരമായി നല്ല ഇതിൽ പോകണമെന്നുള്ളൊരിതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇത് നമ്മുടെ ഇവിടെ വന്നില്ലല്ലോ. വരണം. 2024 വരുമ്പോൾ ഏറ്റവും കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ആൺപിള്ളേരൊക്കെ കുറേ തെറ്റുകളിലേക്ക് പോകുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിലും പോകുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഇത് അറിഞ്ഞിട്ടാണെങ്കിലും അവർ അതിൽ നിന്ന് പിന്മാറാണ്ട് നടക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം അവരൊക്കെ നല്ല രീതിയിൽ വന്നെന്നുള്ള ആഗ്രഹം. 2024 വന്ന സന്ദേശം എന്ന് പറയുന്നത് പുതുതലമുറയിലൊരു വ്യത്യാസം, മാറ്റം. അപ്പം അത് ഈ നല്ല കുട്ടികളൊക്കെ നല്ല രീതിയിൽ നടക്കണമെന്നാണ്. വലിയ ആൾക്കാരും അങ്ങനെ ആകണമെന്ന് തന്നെ. പക്ഷേ ഈ കുട്ടികൾ വഴിതെറ്റിപ്പോകാത്ത ഒരു ഇതിൽ വരണം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഹാപ്പി ന്യൂ ഇയർ. അതാണ് 2024 എല്ലാവരും സഹോദരന്മാരെ പോലെ വഴക്കിടാതെ നല്ല രീതിയിൽ ജോലി ചെയ്ത് സത്യസന്ധമായി പണമുണ്ടാക്കി ജീവിക്കുക. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. നമ്മൾ നല്ല രീതിയിലല്ലാതെ ഉണ്ടാക്കുന്ന പണം അത് ശാശ്വതമാകില്ല. നമ്മൾ ആരെങ്കിലും പറ്റിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന പണം അത് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. സത്യസന്ധമായി ഉണ്ടാക്കുന്ന പണം കൊണ്ട് അനാവശ്യമായി ചിലവഴിക്കാതെ
സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണം എല്ലാവരും. അത് നമുക്ക് ടെൻഷനൊക്കെ വരുമ്പം നമ്മൾ അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇപ്പം ഞങ്ങൾ ബോട്ട് പോകുന്ന ഓർത്തുകൊണ്ട് ടെൻഷൻ അടിച്ച് വരിക. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്, പുള്ളിക്ക് ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ബോട്ട് പോയാൽ എന്താ നെക്സ്റ്റ് ബോട്ട് വരും, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കൂളായിട്ട് പോവുക. കുറച്ച് ചേഞ്ചസ് വരുത്തണമെന്നുണ്ട്, മീൻസ് ഹെൽത്തി ആയിട്ടൊക്കെ ഒന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, അതേ ഉള്ളൂ. എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ജീവിതം ജീവിക്കുക. അതെ, ഡയറ്റ് പ്ലാൻസിൽ അല്ലെങ്കിൽ ഫുഡിലായാലും അത് തന്നെ. പിന്നെ ജിമ്മിൽ പോവുക, അങ്ങനെ എന്തെങ്കിലും. എല്ലാവർക്കും ഒരു നല്ലൊരു ഭാവിയെ കൊണ്ട് തുടരാൻ വേണ്ടിയുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇത്രയും കൊല്ലം ഇങ്ങനെ ഒരു വർക്കില്ലാതെ പോയ ലൈഫല്ലേ എൻജോയ്മെൻ്റ് ചെയ്ത്, ഇനിയെങ്കിലും നല്ലൊരു ലൈഫിലോട്ട് ചേഞ്ച് ആകാൻ വേണ്ടിയെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മെസ്സേജായിട്ട് ശ്രമിക്കുക, നല്ലൊരു രീതിക്ക് ശ്രമിച്ചാൽ മതി. അതാണ്. ഹാപ്പി ന്യൂ ഇയർ.